ഉടമസ്ഥന് രാജു അങ്കിള്. അപ്പോൾ അങ്കിളിനെ ഞാൻ ഇന്ന് പരിചയപ്പെട്ട് ഇന്ന് തന്നെ അങ്കിളിനോട് റിക്വസ്റ്റ് ചെയ്ത്, കാരണം അത്രയ്ക്ക് നല്ല ഒരു നേഴ്സറിയാണ്. അപ്പം ബാക്കി ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് അങ്കിള് പറഞ്ഞു. അങ്കിൾ ഇതെന്താ? ഇത് പാമ്പർക്കത്തിൽപ്പെട്ട ഒരെണ്ണമാണ്. അപ്പോൾ നമ്മൾ ഇൻഡോർ അല്ലല്ലോ, ഔട്ട്ഡോർ അല്ലേ? ഇത് ഔട്ട്ഡോർ. വെളിയിലുണ്ട് ഔട്ട്ഡോർ. നമ്മൾ ഇൻഡോർ എടുത്തപ്പോൾ വെളിയിൽ ഒരെണ്ണം കണ്ടില്ല, അതിൻ്റെ വേറെ ടൈപ്പാണ് ഇത് കേട്ടോ. അപ്പം പിന്നിനി അടുത്തത് ഇത് ബേഡ്സ് എന്ന് പറയും. പിന്നെ അങ്ങോട്ട് പോയിട്ട് ഹെലിക്കോണിയ. ഓക്കെ, ഹെലിക്കോണിയ നല്ല ഭംഗി, അതിൻ്റെ ഫ്ലവർ കണ്ടില്ലേ? ഹെലിക്കോണിയ അതിൻ്റെ വെറൈറ്റി ഉണ്ട്, വേരിയേറ്റീവുണ്ട്, അതിൻ്റെ പല വെറൈറ്റി. പിന്നെ നമുക്ക് എന്താ പോത്തോസ് കാണാം കണ്ടോ, നമ്മുടെ മണി പ്ലാന്റിൻ്റെ ഒരു കുറേ വെറൈറ്റീസ് ഞാനിവിടെ കണ്ടിട്ട്. ഗോൾഡൻ പോത്തോസ്, അങ്ങനെ കുറേ വെറൈറ്റീസ് ഉണ്ട് കണ്ടോ. മണി പ്ലാന്റ് തന്നെ കുറേ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, നല്ല 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 ഹെൽത്തി ആയിട്ടുള്ള കണ്ടോ, ഇഷ്ടം മാതിരിയുണ്ട്. ഹെലിക്കോണിയുടെ എൻ്റെ ഫ്ലേവർ കണ്ടില്ലേ, നല്ല ഭംഗിയാണ് കണ്ടോ. ഒരു കിളിയുടെ ഒരു ചുണ്ട് പോലൊക്കെ തോന്നുന്നില്ലേ, നല്ല ഭംഗിയുണ്ട് കേട്ടോ. മെഡിയില്ല, ഇതിൽ ഫ്ലവർ വരുന്നതാണ്. ഇതൊക്കെ എങ്ങനെ റേറ്റ് കൂട്ടോ? ഇതിന് 100 രൂപ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഏറ്റവും റയറായിട്ടുള്ള പീസുകൾക്കും വരെ ഏറ്റവും വിലക്കുറവാണ് കേട്ടോ. ഇത് യുജീനിയ വർഗത്തിൽ വേരിയേറ്റഡ് യുജീനിയ. ഇതെല്ലാം പോട്ടിലാക്കി ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് പിന്നെ ചൈനീസ് വാളിന്റെ ഒരു നമ്മുടെ എല്ലാവരുടെയും വീട്ടിലാണ്, നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. മാർഗരേറ്റ കണ്ടോ, നമ്മുടെ കൂട്ട് തന്നെ ഉള്ള ഒരു സംഭവമാണ് മാർഗരേറ്റ. അതിന്റെ ലീഫൊക്കെ ഉണ്ട്, ഇത് കണ്ടോ, ഭയങ്കര അട്രാക്റ്റീവ് അല്ല, നമ്മുടെ വെൽവെറ്റ് മാതിരി ഇരിക്കും അതിന്റെ ഡിസൈൻ. ഗർഡീനിയ, ഇത് രാത്രി സമയങ്ങളിലാണ് ഇതിന്റെ ഫ്ലവർ വരുന്നത്. വൈറ്റ് ഫ്ലവർ ആയിരിക്കും, വലിയ റൗണ്ട് ആയിട്ടുള്ള. ഇത് കലാത്തിയുടെ വർഗത്തിൽപ്പെട്ടതാണ്. ഓക്കെ, കലാത്തിയുടെ വേറൊരു വെറൈറ്റി. ഓക്കെ, വേറൊരു വെറൈറ്റിയാണ് കണ്ടോ. ഇതെല്ലാം ബുഷിയായിട്ടുള്ളതാണ് കണ്ടോ, സംഭവം എല്ലാം ബുഷിയായിട്ടാണ്. ഇതിപ്പോൾ ഇവിടെ നമ്മുടെ ട്രിപ്പ് ഇറിഗേഷനാണ്, അത് നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ വെള്ളത്തിൻ്റെ ഒരു കണ്ടോ. ഇതിൻ്റെ എല്ലാം വെറൈറ്റീസാണ് ഈ ഇരിക്കുന്നത് കണ്ടോ. ഇഷ്ടം പോലെ ഏത് വേണം നിങ്ങൾക്കൊന്ന് പറഞ്ഞാൽ. കലാത്തിയുടെ വേറൊരു വർഗത്തിൽപ്പെട്ടതാണ്. ഓക്കെ, എന്ത് ഭംഗിയാണ് കണ്ടില്ലേ. ഇത് ഹാങ്ങിങ് പ്ലാന്റ്, നമ്മുടെ ടേർട്ടിൽ വൈൻ്റെ ഒരു കുറേ സംഭവങ്ങൾ ഇങ്ങനെ ആസ്പ്രാഗസ് ഉണ്ട്. ടർട്ടിൽ വൈൻ്റെ 2-3 വെറൈറ്റി ഉണ്ട്. തെങ്ങൊക്കെ എങ്ങനെ അങ്കിളെ? തെങ്ങ് D&T ഉണ്ട്, അതിന് 300 രൂപയുള്ളൂ വില. പിന്നെ അത് കഴിഞ്ഞിട്ട് ബാക്കി കാസർഗോഡനുണ്ട്, അതിന് 200, 150, 100 ഇങ്ങനെയുള്ള പല വെറൈറ്റി പെട്ട. ഓക്കെ, ഇതാണ് മൂൺ ഷൈൻ എന്ന് പറയും ഇതിൻ്റെ പേര്. ഇത് നല്ല ഓക്സിജൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരെണ്ണം എടുത്ത് കാണിയിരുന്നു, നല്ല വന്നു ബുഷിയായിട്ടുള്ള ഒരെണ്ണം. ഓക്കെ, മൂൺ ഷൈൻ എന്ന് പറയുന്ന പ്ലാന്റ് നല്ല ഭംഗിയുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ശരിക്കും ഒരു മൂൺ ഷൈൻ തന്നെയാണ് കണ്ടോ. വെളിയിൽ നിന്ന് വരുന്ന ഒരു പ്ലാന്റ് ആണ്. ഇതില് ഫ്ലവർ വല്ലതും വരും ഇല്ലല്ലോ? ഫ്ലവർ ഇല്ല, ഇങ്ങനെ ലീഫായിട്ടില്ലേ. ഓക്സിജൻ പ്രൊവൈഡ് ചെയ്യുന്ന നമ്മളപ്പം ഇൻഡോറിൽ വെക്കാൻ നല്ലതാണ് അല്ലേ. അപ്പോൾ കണ്ടോ, നല്ലൊരു സംഭവമാണ്, ഓക്സിജൻ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ഇൻഡോറിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ഭംഗിയായിരിക്കും കേട്ടോ. 250 രൂപ ഇവിടുത്തെ റേറ്റാണ്. ഓക്കെ, റസീനയുടെ ഒരു വെറൈറ്റി പെട്ടതാണ് വാർണക്കി, അതിൻ്റെ അടുത്ത് വാർണക്കി. ഓക്കെ, അതും കണ്ടില്ലേ, ഇതിൻ്റെയൊക്കെ ആ ഒരു ഷൈനിങ് തന്നെ കണ്ടില്ലേ, നല്ല ഭംഗിയിലാണ് നിൽക്കുന്നത് കണ്ടോ. അത് വേറൊരു വെറൈറ്റി. ഓക്കെ, കണ്ടില്ലേ, ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പല വെറൈറ്റീസും കാണാം. പേര് പോലും സത്യം പറഞ്ഞാൽ എനിക്ക് ഇതിൻ്റെ ഒന്നും അറിയില്ല. നല്ല കണ്ടോ, നല്ല സത്യം പറഞ്ഞാൽ ഇവിടെ നല്ല വന്നൊരു പോസിറ്റീവ് എനർജിയാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. പല പ്ലാന്റുകളാണ്, അത് പല രീതിയിലുള്ള ആക്ഷൻ അത് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ഇത് താഴെ വെക്കാൻ പറ്റുമല്ലോ കണ്ടോ. ഇതൊരു വെറൈറ്റിയാണ് കണ്ടോ. ഇതിൻ്റെ നെയിം അറിയാവുന്നവരൊന്ന് മെൻഷൻ ചെയ്തേക്കണേ. ഇതൊരു ഫ്ലവർ വരുന്നതാണ് അങ്കിൾ പറഞ്ഞത്. ഇത് നമുക്ക് ഇൻഡോറിലും ഔട്ട്ഡോറിലും വെക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് കേട്ടോ. ഇത് മുകളിലെ ഭിത്തിയുടെ അടുത്ത് വെച്ചാൽ ഇത് ക്ലൈം ചെയ്ത് മുകളിലോട്ട് ഡിസൈനായിട്ട് ക്ലൈം ചെയ്ത് പോകും. ഇത് സത്യം നമ്മളെ ഭിത്തിയിലൊക്കെ ഇങ്ങനെ ഡിസൈൻ പോലെ ഇങ്ങനെ ഡിസൈനായിട്ട് ഭിത്തിയിൽ നിങ്ങൾക്ക്. ഇതിൻ്റെയൊക്കെ റേറ്റ് എങ്ങനെയാ? ഇതിന് 30 രൂപ. കണ്ടോ, ഏറ്റവും ലോ റേറ്റ് മുതൽ നമ്മൾ ഇവിടുന്ന് നമുക്ക് ചെടികൾ കിട്ടും കണ്ടോ. ഇത് റിബൺ ഗ്രാസ്, വേറൊരു ഗ്രാസ്, പല ടൈപ്പിലുള്ള ഗ്രാസുകളുണ്ട്. നമുക്ക് ഇൻഡോറിൽ നമ്മൾ ഇവിടെ ലാൻഡ്സ്കേപ്പ് സെറ്റ് ചെയ്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണമെങ്കിൽ അങ്ങനെയും കോൺടാക്ട് ചെയ്യാം. അങ്കിളുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മൾ റീസണബിൾ ആയിട്ടുള്ള രീതിയിൽ ഞങ്ങൾ ചെയ്തു തരും. നല്ല രീതിയിൽ കണ്ടോ, ഗ്രാസൊക്കെ നല്ല അടിപൊളി ഗ്രാസൊക്കെ ഉണ്ട് ഇവിടെ സെറ്റ് ചെയ്യാനായിട്ട്.
ഇത് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് അല്ലേ? ഇത് എന്റെയിലുള്ള സംഭവമാണ്. ഞാൻ ഇങ്ങനെ വളർത്തിയെടുക്കാൻ നോക്കിക്കൊണ്ടായിരിക്കുന്നത്. കേട്ടോ. അപ്പം അങ്കിൾ പറയാനായിട്ടില്ല. മുകളിലോട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ ടയർ വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് വരും കേട്ടോ. ഡ്രാഗൺ ഫ്രൂട്ട് പലരും ഞാൻ കണ്ടിട്ടുണ്ട്, എൻ്റെ ഇതിൽ ചോദിക്കുന്ന കണ്ടിട്ട് ഡ്രാഗൺ ഫ്രൂട്ടിന്റെ പ്ലാന്റ്സ് എവിടെ കിട്ടുമെന്ന്. കണ്ടോ ഇതിന്റെ റേറ്റ് എങ്ങനെയാ ഞങ്ങളെ? ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ഒരു കേട്ടോ 50 രൂപയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും. കണ്ടോ. അപ്പോൾ വലുതിനൊക്കെ 100 രൂപയുടെയൊക്കെയാണ് ഒത്തിരി വളർന്ന് നിൽക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ടയറൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഫ്രൂട്ട്സ് വരുന്നതെന്ന് പറയുന്നത് ഇതിൻ്റെ ഈ തുമ്പ് ഭാഗത്തു നിന്നാണ് ഫ്രൂട്ട്സ് വരുന്നത് കേട്ടോ. നല്ല ഭംഗിയാണ് ഫ്രൂട്ട്സ് വന്നത്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഇതിൻ്റെ ഫ്രൂട്ട്സ് നമ്മൾ ഷേക്ക് അടിക്കാനും ഒക്കെ കേട്ടോ. പ്രതിരോധിക്കും എന്നാണ് ഒരു കൺസെപ്റ്റ്. വ്യക്തമായിട്ട് എനിക്ക് ഇതിനെപ്പറ്റി ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റത്തില്ല. ടർട്ടിൽ വൈൻ ഇങ്ങനെ സെറ്റ് ചെയ്ത് ഇതെങ്ങനെയാണെങ്കിൽ പോട്ടോട് കൂടി ഇത് 120 പോട്ടോട് കൂടി ഞങ്ങൾ 120 രൂപയ്ക്കാണ് ഇത് ഇവിടുന്ന് സെയിൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾക്കൊക്കെ വെളിയിലാണെങ്കിൽ ഇതിലൊക്കെ ഭയങ്കര വിലയാണ്. ഞാൻ പൾമേരിയ. ഇത് വേറൊരു ചെടിയാണ്. അതിന്റെ പേരെന്താ? പൾമേരിയ. അതിന് ഫ്ലവർ ഉണ്ടോ? ഇല്ലല്ലോ. അതിന് ഒരു 6 മാസം നിൽക്കുന്ന ഫ്ലവർ, റെഡ് കളറിലെ ഫ്ലവർ വരുന്നത്. ഒരു 6 മാസം ഇങ്ങനെ നിൽക്കുന്നതാണ്. ഇയർലി ഒരു ഫ്ലവറേ വരത്തുള്ളൂ. പക്ഷെ വന്നു കഴിഞ്ഞാൽ ഒരു 6 മാസത്തോളം അത് നിൽക്കുന്ന ഫ്ലവർ ആയിരിക്കും കേട്ടോ. പല കളർ വരുന്നുണ്ട്. ലില്ലിയുടെ അല്ലേ? ഇവിടെ നമുക്ക് അവൈലബിൾ ആണോ? എത്രയൊക്കെ കളർ കളറുണ്ട്. ഇതിപ്പോ ഇത് വേറെ കണ്ടോ, ഇതിപ്പോ വേറൊരു വെറൈറ്റി കളറാണ് വരുന്നത് കേട്ടോ. ഇത് പിങ്കും വൈറ്റും കൂടെ ഷെയ്ഡ് ആയിട്ടുള്ളതാണ് തോന്നുന്നുണ്ട് വരുന്നത്. ലില്ലി കുറെ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. കലേഡിയത്തിന്റെ ഒരു വെറൈറ്റി കലേഡിയ കണ്ടോ. പലരും ചോദിച്ചിട്ടുണ്ട് കലേഡിയം വെറൈറ്റി ഉണ്ട്. ഇതൊരു വെറൈറ്റിയാണ്. അകത്ത് ഇൻഡോറിലുണ്ട് വെറൈറ്റി. ഹാങ്ങിങ് പ്ലാന്റിന്റെ ഒരു വെറൈറ്റീസ് ഒക്കെയാണ് ഇരിക്കുന്നത്. ഇതൊക്കെ 30 രൂപയൊക്കെ ഉള്ളൂ കേട്ടോ. എല്ലാം നമ്മൾ ചെറിയ ചെറിയ ബോട്ടിലും കവറിലും ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ ഇങ്ങനെ എന്താ പറയുന്നത്, ഉദിച്ചിങ്ങനെ വരുന്ന പോലെ സ്റ്റാർ പോലെ ഫണ്ടാന എന്നതിന്റെ പേര്. ഇതിൽ നമ്മൾ കൈതച്ചക്ക പോലെ സംഭവം മുകളിലോട്ട് ഒരു തണ്ട് വന്നിട്ട് അതിന്റെ തുമ്പത്തു നിന്നാണ് ഉണ്ടാകുന്നത്. ആ നിറം തന്നെ ആയിരിക്കും അതിന്റെ ഫ്രൂട്ട്സ് പോലെ സംഭവം. കഴിക്കുന്നൊന്നുമല്ല, നമ്മളിങ്ങനെ സെറ്റ് ചെയ്ത് ഇതായിട്ട് വെച്ചേക്കുന്നതാണ് കേട്ടോ. പിന്നെ ഇതെന്താ ഇത് യെല്ലോ പാം. യെല്ലോ പാം നമ്മുടെ എന്താ പനയോല പോലത്തെ ഉണ്ടോ, പനയോല പോലത്തെയാണ്. യെല്ലോ പാം ആണ് കേട്ടോ. അതിൻ്റെ വേറെ ഗ്രീനും ഉണ്ട് കേട്ടോ. യെല്ലോയും ഉണ്ട്, ഗ്രീനും ഉണ്ട്. ഇതൊക്കെ ഞാൻ പലയിടത്തും കണ്ടിട്ടുള്ളൂ. നമ്മൾ വീടിൻ്റെ ഇൻഡോറിൽ ഒരാൾക്ക് സിറ്റ് ഔട്ടിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന കാണാം, ഔട്ട്ഡോറിൽ വെച്ചേക്കുന്ന കാണാം. ഇപ്പോൾ ലാൻഡ്സ്കേപ്പ് ഉണ്ടാക്കാനായിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം വേണ്ടവർ കോൺടാക്ട് ചെയ്ത് ഞങ്ങൾ അടിപൊളിയായിട്ട് ലാൻഡ്സ്കേപ്പ് നമുക്ക് സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഇതെന്താ? ഇത് കലാത്തിയുടെ 2 വെറൈറ്റി ഉണ്ട്. ഒരു വെറൈറ്റി അതെ, ഒരു വെറൈറ്റി ഇത്. ഓക്കെ. അപ്പോൾ 2 കലാത്തിയുടെ 2 വെറൈറ്റി. അകത്ത് ഞാൻ കണ്ട വെറൈറ്റി 60 രൂപ. ഓക്കെ. കണ്ടോ, നല്ല പ്ലാന്റ് ആണ് കേട്ടോ. ഇത് 60 രൂപയ്ക്കൊക്കെ നമ്മൾ മേടിച്ച് കഴിഞ്ഞാൽ കണ്ടില്ലേ എത്ര ഇത് കണ്ടോ, ബ്രാഞ്ചസ് ഇത് ഒരുപാട് വന്നിട്ടുണ്ട് കണ്ടോ. 1 2 3 ഒരെണ്ണം ഒരു ഇത് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് 3 പോട്ടിലായിട്ട് സെറ്റ് ചെയ്ത് വെക്കാം. അപ്പം കണ്ടില്ലേ, ഞാൻ പറഞ്ഞു വെറുതല്ലോ, ഏറ്റവും കുറഞ്ഞ പ്രൈസിലാണ് അങ്കിൾ കൊടുക്കുന്നത് കണ്ടോ. ഒരുപാട് നമ്മളെ അറുത്ത് മേടിക്കുന്ന പൈസയൊന്നും അല്ല അങ്കിൾ. ഇപ്പം ഇതിന് വേറെ ബ്രാഞ്ചസ് വരുന്നുണ്ട് ഇതിന് പെറ്റേഫിലിയ കണ്ടോ. അതിന്റെ ഫ്ലവർ കണ്ടോ, നമ്മുടെ ഓർക്കിഡിന്റെ ഫ്ലവർ പോലെ പീസ് ലില്ലി. കറക്റ്റ്, പീസ് ലില്ലി. ഇതെല്ലാം ട്രസീനയുടെ ഓരോ വർഗത്തിൽപ്പെട്ടതാണ്. ഇതെന്താ മസഞ്ചാണ്. ഇത് ഓക്സിജൻ നല്ല രീതിയിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ചെടിയാണ്. ഇത് നമുക്ക് ഇൻഡോർ ആയിട്ട് സെറ്റ് ചെയ്യാം അല്ലേ? ഇൻഡോർ ആയിട്ട് നിങ്ങൾക്ക് ഔട്ട്ഡോർ ആയിട്ടോ കോഴ്സ് നിങ്ങൾ പല രീതിയിലും നാട്ടിൽ കണ്ടുവരുന്ന ഒരു ചെടിയാണ്. ഓക്കെ. ഇതിൻ്റെ ഓക്സിജൻ നമുക്ക് ആവശ്യത്തിന് നമ്മുടെ ഭൂമിയായിട്ട് വേണ്ടത്. അതെ, ഇതാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ. അതിന്റെ ലീഫ് തന്നെ നല്ല രസമുണ്ട് കേട്ടോ. 2 ഷെയ്ഡാ, ഗ്രീനും നമ്മുടെ ഒരു ചന്ദന കളർ, നല്ല വേരിയേറ്റഡ് ആയിട്ടുള്ള. അപ്പൊ അറിയാവുന്നവരെ മെൻഷൻ ചെയ്യാം അങ്കിള്. പ്രായമായവരല്ല, മറന്നു പോകും, നമുക്ക് തന്നെ അറിയത്തില്ല. ഇത് സോങ് ഓഫ് ഇന്ത്യ, നമ്മുടെ ലക്കി ബാമ്പുവിന്റെ അതേ സെയിം ഇതാണ്. ബുദ്ധ സംസ്കാരത്തിൽപ്പെട്ടതാണ് ഇത്. കണ്ടോ, ഓക്കെ. നല്ല ഭംഗിയില്ല. നമ്മൾ ലക്കി ബാമ്പുവിന്റെ വേറെ ടൈപ്പാണ് കേട്ടോ. എന്റെ പേര് തന്നെ ഒരു വെറൈറ്റി എന്തെങ്കിലും സോങ് ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ പാട്ട് പാടുന്ന ഇന്ത്യ, സോങ് ഓഫ് ഇന്ത്യ. ഇത് പിന്നെ ഇതെന്താ ഇസഡ് പ്ലാന്റ്. അത് ഫ്ലവർ അല്ലല്ലോ വരുന്നത്, ഫ്ലവർ ആണോ വരുന്നത്? കണ്ടോ, അപ്പൊ കണ്ടില്ലേ നിങ്ങൾക്ക് സൈഡിൽ കൂടെ വരുന്നത്
അതിന്റെ എത്ത് വരുന്നത് അല്ലേ? ഓക്കെ, അത് പ്ലാന്റ് അതിന്റെ വെറൈറ്റി ധാരാളമുണ്ട്. ഉണ്ടല്ലോ. ഇതിന്റെ ഗ്രീൻ കളർ, ബ്ലാക്ക് കളർ ഉണ്ട്. പിന്നെ സോങ് ഓഫ് ഇന്ത്യ, സോങ് ഓഫ് ഇന്ത്യ അതിനൊക്കെ റേറ്റ് എങ്ങനെയാണല്ലോ? ഈ സോങ് ഓഫ് ഇന്ത്യ 50 രൂപ. 50 രൂപയാണ് സോങ് ഓഫ് ഇന്ത്യ. കണ്ടോ? അപ്പം ആവശ്യക്കാര് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും. കണ്ടോ എന്ത് ഭംഗിയാന്ന് കണ്ടില്ലേ? പിന്നെ നമ്മൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സംഭവമാണ് നമ്മുടെ സ്നേക്ക് പ്ലാന്റ്. സെൻസിവേരിയ. ഈ സെൻസിവേരിയ 100 രൂപ മുതൽ ഇത് നമ്മൾ ഇൻഡോറിൽ സെറ്റ് ചെയ്ത് വെക്കാം. ഇതിന്റെ മുളയാണ്, നമ്മുടെ ബാമ്പു ആണ്. ഇത് കണ്ടോ 150 രൂപയുള്ളൂ. ഇത് കണ്ടോ ലാൻഡ്സ്കേപ്പിൽ സെറ്റ് ചെയ്ത് വെച്ച് കഴിയുമ്പോൾ നല്ല ഭംഗി. കണ്ടില്ല നമ്മൾ എന്താ ഒരു കാടിൻ്റെ ഒരു പ്രതീതിയൊക്കെ വരാൻ വേണ്ടി ലാൻഡ്സ്കേപ്പ് സെറ്റ് ചെയ്യുന്നവരെല്ലാവരും ചെയ്യുന്ന സംഭവമാണ് നമ്മുടെ മുള ബാമ്പു. കണ്ടോ ബാമ്പുവിൻ്റെ കുറേ വെറൈറ്റീസ് ഞാൻ ഇവിടെ വന്ന് കണ്ടു കേട്ടോ. വെള്ളമൊക്കെ വീഴുന്നുണ്ട്. പിന്നെ ട്രിപ്പ് ഇറിഗേഷൻ കഴിഞ്ഞ് ഒരു മഴയും കഴിഞ്ഞിരിക്കുന്ന സമയമായതുകൊണ്ട് കേട്ടോ. എന്തായാലും നല്ല ഭംഗിയുണ്ട്. കണ്ടോ നിങ്ങളെല്ലാം ഒന്ന് വാച്ച് ചെയ്യുക. ഇഷ്ടപ്പെടുന്നവരൊക്കെ സെലക്ട് ചെയ്ത് ഏത് ചെടി വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ആലപ്പുഴ ജില്ലയിലുള്ളവർക്കാണെങ്കിൽ ചാരുമൂട് തെരുവ് മുക്കിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ട് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ വഴി പറഞ്ഞു തരുന്നതായിരിക്കും. കണ്ടോ ശ്രീലങ്ക മുല്ല. കണ്ടോ അതിൻ്റെ ആ ഒരു ഫ്ലവർ ഉണ്ട്, നല്ല രസമുണ്ട് കേട്ടോ. നമ്മുടെ സാധാ മുല്ലയിൽ കളറിനകത്ത് വീണ് ഇരിക്കുന്ന മാതിരി ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഞാൻ നോക്കട്ടെ മണം ഉണ്ടോന്ന്. മണമൊന്നുമില്ല, പക്ഷെ ഇതിൻ്റെ ഭംഗിയാണ് ഇതിൻ്റെ അട്രാക്ഷൻ. കണ്ടോ ശ്രീലങ്ക മുല്ല. പിന്നെ ഇപ്പോൾ കുറേ വെറൈറ്റീസ് ഉണ്ട് കണ്ടില്ല. എല്ലാം ഇങ്ങനെ അവർ നല്ല വണ്ണം. കലേഡിയത്തിൻ്റെ പല വെറൈറ്റി കേട്ടോ. കലേഡിയത്തിൻ്റെ ഒരു വെറൈറ്റിയാണ് ഇത് കേട്ടോ. കലേഡിയം, നമ്മൾ കലേഡിയം പ്ലാന്റ് ഹണ്ടിങ് നമ്മൾ കണ്ടില്ല. അതിനകത്തുനിന്ന് നമ്മൾ കാണാത്തൊരു വെറൈറ്റിയാണ് കണ്ടത്. നിങ്ങൾ ഗ്രൗണ്ടിൽ നിന്ന് എടുക്കും ഇങ്ങനെ ബോക്സ് ഇതിന് 350 രൂപ റേറ്റ്. ഓക്കെ, ഇത്ര വലിയ പ്ലാന്റ്. ഓക്കെ, ഇതിന് 150 രൂപ റേറ്റ്. ഓക്കെ കണ്ടോ ഇത്രയും വലിയ പാമ്പിന് കണ്ടോ 150 റുപ്പീസ് എന്നാണ് അങ്കിൾ പറയുന്നത്. കണ്ടോ അപ്പം ഒരു വണ്ടി പിടിച്ചെങ്കിൽ വന്നു കഴിഞ്ഞാൽ ഒരു വീട്ടിലേക്ക് വേണ്ട ഇഷ്ടം മാതിരി ചെടികൾ നിങ്ങൾക്ക് കൊണ്ടുപോകാം. കണ്ടോ ഇഷ്ടം പോലെ അതിന് ചെറുതുണ്ട് വലുതുണ്ട്, ഏത് വെറൈറ്റി ആണെങ്കിലും. ഹാങ്ങിങ് പ്ലാന്റ്സ് കണ്ടോ എല്ലാം ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് വേണം നിങ്ങൾക്ക്. ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്തതാണെങ്കിലും നിങ്ങൾക്ക് മേടിച്ചുകൊണ്ട് പോകാം കേട്ടോ. ഇത് നമ്മുടെ പോർത്തോസ്, നമ്മുടെ മണി പ്ലാന്റ് ആണ്. മണി പ്ലാന്റ് കണ്ടില്ലേ? ഇതെല്ലാം നല്ല അടിപൊളിയായിട്ട് നല്ല ഭംഗിയിൽ. ഇതെന്താ നിങ്ങളെ? ഇത് ഹാങ്ങിങ് പ്ലാന്റ് അല്ലേ? ഡ്രസ്സീനയുടെ കണ്ടോ. മാവൊക്കെ എങ്ങനെയുണ്ട്? മാവ് പല സൈസ് മാവുണ്ട്, പിന്നെ ഓൾ സൈസ് മാവുണ്ട്. ഇതൊക്കെ ഓൾ സൈസിലാണോ? ഇത് ബഡാണല്ലേ? മാംഗോസിനൊക്കെ എങ്ങനെ നിങ്ങളെ? മാംഗോസിന് അതിന് 350 നല്ല വലിയ സൈസാണ്. മാംഗോസ്റ്റിന്റെ വലിയ പ്ലാന്റ് ആണ് കേട്ടോ. ഇതൊക്കെ താഴോട്ട് കൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ടപ്പേന്ന് വളരും. അതേപോലെ നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുകയാണ് ഇതെല്ലാം. ഇത് നമ്മുടെ ജാതി ജാതിക്ക് അല്ലേ? വണ്ടി ജാതി അല്ലേ? ഇത് അപ്പം എങ്ങനെയാ റേറ്റ്? ഇതിന് 450. ബഡ് ജാതിയാണ്. ഇതൊക്കെ കൊണ്ട് താത്ത് വെക്കേണ്ട താമസം. ഇതൊക്കെ ഒരുപാട് ബ്രാഞ്ചസ് ആയിട്ട് ഇരിക്കുന്നതാണ്. ഇത് കവറിലായിട്ട് തന്നെ കണ്ടില്ലേ? അപ്പം എന്തോ ഓർത്തോണം. ഇത് നമ്മുടെ കൊച്ചിലെയൊക്കെ നമ്മൾ വീടുകളിലൊക്കെ പറിച്ചിരുന്ന സംഭവമല്ലേ? ഇപ്പൊ ഇതൊന്നും കാണാനില്ല സംഭവം ഒന്നും. ബെറീസിനൊക്കെ 150. അതേ പഴുത്ത് പറഞ്ഞിട്ടുണ്ടേ. പറിക്കുവാണ് എങ്കില് കണ്ടോ നല്ല പഴുത്ത ബെറീസ്. ശങ്കരനുണ്ട് എൻ്റെ കൂട്ടത്തില്. പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഇങ്ങനെ പോകുമ്പോൾ മതിലേന്ന് ഇങ്ങനെ താഴോട്ട് കിടക്കുമ്പോൾ ഞങ്ങൾ പറിച്ചിരുന്ന സംഭവമാണ് ബെറീസ്. മധുരാമ്പഴങ്ങ. ഇതിന് എന്താണ് ഇത് അമ്പഴങ്ങ നല്ല മൂത്ത് വിളഞ്ഞ് കിടപ്പുണ്ട്. ഇതിനൊക്കെ എങ്ങനെ അങ്ങള്? 400 രൂപയാണ്. അതായത് നമ്മുടെ പറങ്കാവ് തന്നെ കുഞ്ഞിലെ തന്നെ പൂത്ത് റെഡിയായിട്ട് ഇരിപ്പുണ്ട്. കണ്ടോ കണ്ടോ ഇതേ കണ്ടോ കാണിച്ചു തരാം. ഇതേ കണ്ടോ കുഞ്ഞിലെ തന്നെ എല്ലാം പൂത്ത് റെഡി ആയിട്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ താഴോട്ട് കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് വെക്കുവാണെങ്കിൽ ബരാബ അതിന്റെ പ്ലാന്റ് ആണ് ഇത് കേട്ടോ. ബരാബ ഇത് മാവ് എല്ലാം ഡോൾ സീസൺ ഉണ്ട്, അല്ലാത്തതുണ്ട്, പണ്ടുണ്ട്. അത്തിയുടെ പ്ലാന്റ് ആണ്, ഒറിജിനൽ അത്തിയുടെ പ്ലാന്റ് ആണ് ഈ നിൽക്കുന്നത്. ഇതിനൊക്കെ എങ്ങനെയാ അത്തിയൊക്കെ?
കത്തിയുടെനൊക്കെ 400 രൂപയുള്ളൂ കേട്ടോ. ചിക്കു സൈഡുണ്ട്. ചിക്കു വേണ്ട കണ്ടില്ലേ, ചിക്കു ഇപ്പോഴേ ആയി നിൽക്കുകയാണ് കണ്ടോ. കണ്ടോ ഇതിന് 150. ചിക്കു എന്ന് പറഞ്ഞാൽ എന്താന്ന് എല്ലാവർക്കും അറിയാമല്ലോ. എന്തുവാന്ന് ചിക്കു എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. സപ്പോട്ട, നമ്മുടെ നാട്ടിലെ സപ്പോട്ട എന്ന് പറയും, ചിക്കു എന്ന് പറയും. നമ്മുടെ ഹാങ്ങിങ്ങിൻ്റെ കുറേ വെറൈറ്റീസ് ഒക്കെ കിടപ്പുണ്ട് കേട്ടോ. ഇത് പുളി. ആ ഇത് പിന്നെ നമ്മുടെ നാരകം. ഇത് പിന്നെ നിങ്ങളുടെ വാളംപുളി. ഇതെല്ലാം ബഡ്ഡ, ചെറിയ ഹൈറ്റിൽ തന്നെ നിങ്ങൾക്ക് പുളി. വാളംപുളിയൊക്കെ ഉണ്ടല്ലേ ബഡ്. ഇതൊക്കെ ഞാൻ സത്യം പറഞ്ഞാൽ ആദ്യമായിട്ട് കാണുന്നത്. വാളംപുളിയൊക്കെ നല്ല ഇതായിട്ട് നിൽക്കുന്നുണ്ടോ. ഇത് നമ്മുടെ എന്താ കാപ്പി. കോഫി പ്ലാന്റ് കണ്ടോ. കോഫി പ്ലാന്റ് കണ്ടിട്ടില്ലാത്തവർക്ക് ആയിട്ടുണ്ടോ. ഇത് കറയില്ലാത്ത പ്ലാവ്. ഓക്കെ, കറയില്ലാത്ത. അതിപ്പോ എത്ര നാൾ കഴിയുമ്പോഴത്തേക്ക് ഉടനെ തന്നെ ഇത് ബഡ്ഡാ. ബഡാണല്ലേ, പെട്ടെന്ന് കായ്ക്കല്ലേ. ഉണ്ടോ കറയില്ലാത്ത നമ്മൾ കണ്ടിട്ടുണ്ടോ. ആയൂർജാക്കിന് അതിന് 350 രൂപ. അതെ, ചക്കയോട് കൂടി ചക്കയുടെ നോക്ക്, അതിന്റെ അകത്ത് ചക്ക കണ്ടോ. ചക്കപ്പോട്ട വരുന്നുണ്ടോ. അതേ അകത്ത് വന്ന് നിൽപ്പുണ്ട് കണ്ടോ. പോട്ട പൊട്ടി കണ്ടോ, കാണാതിരിക്കുന്നത് കണ്ടോ. ആയുർജാക്കിന് ഭയങ്കര റയറായിട്ടുള്ള സംഭവമാണ്. ചിലയിടത്തൊന്നും കിട്ടാനില്ലാത്ത 350 രൂപയുള്ള ആയുർജാക്കിൻ്റെ കേട്ടോ. ഹാങ്ങിങ് കുറെ വെറൈറ്റീസ് ആണിത്. അതെന്താ ഹാങ്ങിങ് പ്ലാന്റിന്റെ ഇതൊരു വെറൈറ്റിയാണ്. ഇതിങ്ങനെ താഴോട്ട് പൂവെന്ന് വരും. ഫ്ലവർ വരുന്ന ഫ്ലവർ വരുന്ന മറ്റേത് ആസ്പറാഗസ് എന്ന് പറയും. ഓക്കെ, നമ്മുടെ ഇസഡ് പ്ലാന്റ് ആണ്. നമ്മൾ ഇൻഡോറിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചാൽ പ്ലാസ്റ്റിക് മാതിരി ഇരിക്കും, പക്ഷെ കുറച്ചുകൂടെ പൊക്കം വെക്കും ഇല്ലേ. ഫ്ലവർ വരും, വൈറ്റ് ഫ്ലവർ. പിന്നെ ഇതിലെ ഹാങ്ങിങ് പ്ലാന്റ്സ് ആണ്. ബിൽബെർഗിയ. ഇതിന്റെ റേറ്റും അങ്കിൾ ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ഫ്ലവർ വരുന്നല്ലോ. ഇത് ഫ്ലവർ വരുന്ന അത് കണ്ടോ. ചീര അതിന് 30 രൂപയുള്ളൂ റേറ്റ്. ഓക്കെ, ഇത് പോത്തോസിന്റെ ഒരു വെറൈറ്റിയാണ്. പോത്തോസിന്റെ അത് എടുത്ത് തോന്നുന്നു. പോത്തോസ് ഇതാണ്ട്. ഇത് വേരിയേറ്റഡ്. ഇത് പോത്തോസ് അല്ല, ഇത് വേറൊന്ന്. ഇത് ബ്രെഡ് കൊണ്ടോൺ വർഗത്തിൽപ്പെട്ടതാ. ഓക്കെ, അതാണ്. അകത്തോട്ട് കാണാം നിങ്ങൾക്ക് പോത്തോസ് കണ്ടോ. അകത്തോട്ട് കണ്ടോ പോത്തോസിന്റെ രണ്ടുണ്ടോ. പക്ഷെ നല്ല രസമുണ്ട് കണ്ടോ. ഹാങ് ചെയ്ത് വെക്കാൻ നല്ല ഭംഗിയായിരിക്കും. അതുപോലെ തന്നെ ഒരു ഇതാണ് കണ്ടത്. ഇത് നമ്മൾ പ്ലാസ്റ്റിക് ആണ് സത്യം പറഞ്ഞാൽ തോന്നലുണ്ടോ. കലാത്തി ഇതിന്റെയൊക്കെ റേറ്റ് എങ്ങനെയാ. ഇതിന് 60 രൂപ ഉണ്ടോ. കലാത്തിയുടെ ഒക്കെ റേറ്റ് ഉണ്ടോ നിങ്ങൾ. 60 രൂപയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വെളിയിലത്തെ റേറ്റ് നിങ്ങളോട് ആരോടും പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അറിയാമല്ലോ കലാത്തിയുടെ ഒക്കെ റേറ്റ്. അപ്പോൾ കണ്ടോ, ഇത്രയും നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് കണ്ടോ. ഇത് നമ്മുടെ ഗോൾഡൻ ഡ്രസ്സിന കണ്ടോ. ഗോൾഡൻ ഡ്രസ്സിന് അങ്കിളുടെ അടുത്ത് വന്ന് ചോദിച്ച് ഞാനിതെല്ലാം പഠിച്ചതാണ് കേട്ടോ. ഗോൾഡൻ ഡ്രസ്സിന് കുറേ ഇത് വേറൊരു കൺസേൺ ആണ്. ഓക്കെ, ഇത് നമ്മളുടെ അഗ്ലോണിമയുടെ കൂട്ട് തന്നെ വേറൊരു ഇതാണ് കേട്ടോ. ഇത് നമ്മളുടെ കലയാടിയത്തിന്റെ വർഗത്തിൽപ്പെട്ട സംഭവമാണ്. വെറൈറ്റിയാണ് കണ്ടോ. ഇങ്ങനെ ലീഫ് ചുരുണ്ടിരിക്കും കണ്ടോ. 250 റുപ്പീസാണ് ഇതിന്റെ റേറ്റ് കണ്ടോ. അതിന്റെ തന്നെ വേറൊരു വെറൈറ്റിയാണ്. റെഡ് സൈഡിലൊരു ഗ്രീൻ ഷെയ്ഡ് വന്നിട്ട് നടുക്ക് റെഡ് വന്നിട്ട് കണ്ടോ. നല്ല ഭംഗിയുണ്ട് കണ്ടോ. ഞാൻ വന്നപ്പോൾ തന്നെ ഇതിങ്ങനെ നോട്ടം ഇട്ട് വെച്ചൊരു സംഭവമാണിത്. പിന്നെ നമ്മളുടെ അരാലിയ ചൈനീസ് ബോൾ അരാലിയ കണ്ടോ. ഇതിനൊക്കെ എങ്ങനെയാ നിങ്ങള് ഉണ്ടോ. 50 രൂപയുടെയാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്. ഇത് തന്നെ രണ്ട് പ്ലാന്റ് ആണ് ഇതിനകത്ത് കണ്ടോ. നമുക്ക് 2 പോട്ടിലായിട്ട് സെറ്റ് ചെയ്ത് വെക്കാം. അതേപോലെയാണ്. അപ്പം 50 രൂപയ്ക്കൊക്കെ കിട്ടിയാൽ നമുക്ക് 100 രൂപയുടെ ലാഭമല്ലേ കിട്ടുന്നത്. ഇത് അങ്ങോട്ട് പോകുമ്പോൾ എടുക്കാം. ഇത് പോത്തോസിന്റെ വേറെ വെറൈറ്റിയാണ്. പ്ലെയിൻ വയലറ്റ് എന്ന് പറയും പോത്തോസിന്റെ. നല്ല ഭംഗിയുണ്ട് നിൽക്കുന്ന കണ്ടോ. അതിന്റെ ഒരു ഷേപ്പിൽ നല്ല ലവ് ഹാർട്ട് ഷേപ്പിലാണ് നിൽക്കുന്നത് കണ്ടോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ. അതിങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുമ്പോൾ നല്ല രസമായിരിക്കും. നമ്മൾ
ഇത് തന്നെ ഇത് പില്ലറുണ്ട് ഓക്കെ ഉണ്ടോ? ഇപ്പുറത്തെടുക്കും. ഇത് ഇരിക്കാൻ ഇതിന് നല്ല ഡിമാൻഡുള്ള ഇത് നമ്മള് എന്തുവാ എലിഫന്റ് ഇയർ എന്ന് പറയും. കലേഡി എന്ന് പറയും. ഇതിന്റെ റേറ്റ് എങ്ങനെയാ? ഇതിന് 100 രൂപ. 100 രൂപ. പക്ഷേ ഞാൻ ഒരിടത്ത് ഇത് വില ചോദിച്ചപ്പോ നല്ല റേറ്റ് ആയിരുന്നു കേട്ടോ. ഇതിന്റെ ഇച്ചിരി ഉള്ളൊരു പ്ലാന്റ് ഞാൻ ഒരിടത്ത് വില ചോദിച്ചപ്പോഴത്തേക്കും ആ വില കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. പക്ഷെ ഇപ്പൊ അങ്കിളിന്റെ വില അടിച്ച് കേൾക്കുമ്പോ എന്തായാലും ഇതിലെ ഒരെണ്ണം കൊണ്ട് ഞാൻ ഇവിടുന്ന് പോകത്തുള്ളൂ. കാരണം വന്നപ്പോ തൊട്ട് ഞാൻ ഇത് ഒരെണ്ണം ഇങ്ങനെ എടുക്കണം. ഇത് ബിഗോണിയ വർഗത്തിൽപ്പെട്ട ചെടിയാണ് കേട്ടോ. ഏത് വയലറ്റ് കളർ ഫ്ലവർ അല്ലേ? റെഡ് അല്ലേ? ഇതിന്റെ വയലറ്റ് ഇത് വെറൈറ്റി ഉണ്ടോ? ഇതിന്റെ വെറൈറ്റി. ഇത് ഇംഗ്ലീഷ് ഐവി എന്ന് പറയും. ഇംഗ്ലീഷ് ഐവി ഇതിന് നല്ല കോസ്റ്റ്ലി പ്ലാന്റാ. എന്നാലും 150 റുപ്യ ഉണ്ട് ഇവിടെ വില. ഇതിങ്ങനെ ഹാങ് ആയിട്ട് താഴോട്ട്. ഇതിന് നല്ല ഓക്സിജൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒന്നാമത്തെ ആസ് പെർ ദ നാസയുടെ റെക്കമെൻഡ് അനുസരിച്ച് നല്ല ചെടിയാണ്. ഓക്കെ, നമുക്ക് അതിനെപ്പറ്റി അതുപോലെ തന്നെ ഇത് കണ്ടോ, ഇത് നല്ല രസമുണ്ട് കണ്ടോ. അതുകൊണ്ട് തന്നെ വാട്ടർ പ്ലാന്റ് ഉണ്ട്. വെളിയിൽ ഒരു വെറൈറ്റി വാട്ടർ പ്ലാന്റ് ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. അത് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഞാൻ വന്ന് കയറിയപ്പോൾ തന്നെ ഇതെന്തെങ്കിലും കലാത്തിയ ഉണ്ടോ? കലാത്തിയൊക്കെ വില കുറവാണ്. ഞാൻ മുമ്പ് ഒരു കസ്റ്റമർ കൊണ്ടുവന്നായിരുന്നു ഉണ്ടോ. 200 രൂപയുടെ കലാത്തിയുടെ പ്ലാന്റ് ഉണ്ട്. ഇങ്ങനെ നമുക്കൊരു 400 രൂപയുടെ പ്ലാന്റ് ഉണ്ട്. കാരണം ഞാനൊക്കെ ഇത് കൊണ്ടുവന്നൊരു 3-4 ബോട്ടിലാക്കി വെക്കും. അതേപോലെ നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്ന പ്ലാന്റ് കണ്ടോ. പിന്നെ ഇത് ഡ്രസീനയുടെ വർഗത്തിൽപ്പെട്ടതാ. ഓക്കെ, 50 രൂപ. പിന്നെ ഇത് കോഡിലൈൻ. നല്ല രസമുണ്ട്. 75 രൂപ. അത് നമുക്ക് നോർമലി. ഇത് പില്ലറോഡിന്റെ വർഗത്തിൽപ്പെട്ടതാണ്. അത് ക്വാളിറ്റി മറ്റേ ഇത് നല്ല ഭംഗിയുണ്ട്. ഇത് ഇതിന്റെ ഡിസൈൻ ആണ് കേട്ടോ. അല്ലാതെ ഇതിൽ അസുഖങ്ങളൊന്നും വന്നല്ല. ഇത് ഇങ്ങനെ ഡോട്ട് പോലാണ് ഇതിന്റെ ഡിസൈൻ കണ്ടോ. നല്ല ഭംഗി. ഇതേമാതിരിയുള്ള ഒരു ചെടിയാണ് അപ്പുറത്ത് കണ്ടോളൂ. ഇത് ഇതുപോലുള്ള ഒരു ചെടിയാണ്. ഓക്കെ, കണ്ടില്ലേ, നല്ല രസമുണ്ട്. ഇതൊക്കെ കാണാൻ തന്നെ. ഇത് പിറ്റോണിയ. ഇതിന്റെ അതിൽ ഒരു ചെറിയ ഫ്ലവർ വരും. ഈ ഇരിക്കുന്ന ഞങ്ങള് ഇത് നല്ല ഹാങ് അല്ലേ? ഇത് ക്ലൈംബിംഗ് പ്ലാന്റ്. ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് കേട്ടോ. കാക്ടൈ വർഗത്തിൽപ്പെട്ട ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. ഇതിങ്ങനെ ചുരുണ്ട് വരും. പച്ചവലപ്പാമ്പൊക്കെ ഇരിക്കുന്ന മാതിരി ഗ്രീൻ പോത്തോസ്. പിന്നെ അങ്ങോട്ട് എടുക്കുക. ആണ്ടത് എടുത്തു. ആണ്ടത് കിട്ടും. ഇത് വളഞ്ഞിരിക്കുന്നത്. ഇത് നല്ല രസമുണ്ട് കേട്ടോ. നല്ലൊരു പ്ലാന്റ്. ഇതെല്ലാം ഹാങ്ങിങ് ചെയ്ത് ഇങ്ങനെ വെച്ചിരിക്കുന്നതാണ്. ബിഗോണിയ നല്ല ഭംഗിയുണ്ട്. ബിഗോണിയ ഇങ്ങനെ ഫ്ലവർ ആയിട്ടൊക്കെ ഇരിപ്പുണ്ട്. ഇതൊക്കെ എങ്ങനെയാണെങ്കിലും ബിഗോണിയത്തിന് ബിഗോണിയൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിനൊക്കെ 50 രൂപയേ ഉള്ളൂ കേട്ടോ. നല്ല ഭംഗിയില്ലേ? സ്പോട്ടഡ് ഇടാണ്ടോ. നല്ല ഭംഗിയല്ലേ? നമ്മളിലെ പൊട്ട് കുത്തി വെച്ചിരിക്കുന്ന മാതിരി അല്ലേ? വെള്ള ഡോട്ടാണ് കണ്ടോ. നല്ല സുന്ദരികളായിട്ടിരിക്കുകയാണ് എല്ലാവരും ഇപ്പം. അഗ്ലോണിമയുടെ വെറൈറ്റി ആണല്ലേ? എന്താ അഗ്ലോണിമ വെറൈറ്റിയിൽ വരുന്ന ഒരെണ്ണമാണ് സംഭവം. ഇതിനൊക്കെ എങ്ങനെയാണല്ലേ? 200 രൂപയാണ്. അഗ്ലോണിമയുടെ വേറൊരു വെറൈറ്റിയാണ് വന്നത്. അത് ഞങ്ങൾ നമ്മൾ കണ്ടില്ല. ഇടയ്ക്ക് ഇങ്ങനെ മാറി സുന്ദരിയാണിത്. ഇത് പെർക്കുറി. ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലീവ്സ്. ഇതിന് 100 രൂപ. ഇതൊക്കെ ഇത് നമ്മുടെ ആന്തൂര്യത്തിന്റെ വെറൈറ്റി ആണ് തോന്നുന്നത്. ലീഫ് കണ്ടോ, ഓരോത്തിന്റെ ഓരോ വെറൈറ്റി ആണ് അല്ലേ? ഇതൊക്കെ എങ്ങനെയാ? ഇതിന് 250 രൂപ. ഇത് ആന്തൂര്യത്തിന്റെ വെറൈറ്റി ആണ്. ലീഫ് തന്നെയുണ്ട്. നമ്മൾ സാധാ കാണുന്ന ആന്തൂര്യത്തിന്റെ ലീഫിൽ നിന്ന് ഒത്തിരി വ്യത്യാസമായിട്ടുള്ള ഒരു ലീഫ് അതിന്റെ കണ്ടോ. അപ്പോൾ ഇതൊക്കെ ആന്തൂര്യത്തിന്റെ വെറൈറ്റീസ് ആണ്. തെർക്കുറി അതിന്റെ ഓരോ പ്ലാന്റ് വെച്ച് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. 100 റുപ്പീസാണ് പോട്ട് സഹിതം കൊടുക്കുന്നത് കേട്ടോ. ഇത് ബിഗോണിയയുടെ വർഗത്തിൽപ്പെട്ട ഒരു ചെടിയാണ്. ഓക്കെ, ഇതും ബിഗോണിയത്തിന്റെ വർഗത്തിൽപ്പെട്ട ഒരു ചെടിയാണ് കണ്ടോ. അതൊക്കെ ഇങ്ങനെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ്. നമുക്ക് നല്ലൊരു അട്രാക്ഷൻ വരുന്ന രീതിയിലാണ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ അടീനിയത്ത് ഏത് കളറാണ്? ഇത് പല കളറുണ്ട്. നമ്മുടെ പോത്തോസിന്റെ കുറേ വെറൈറ്റീസ് ഉണ്ട് കണ്ടോ.
ഇതൊക്കെ എങ്ങനെയാണെങ്കില് പോത്തോസൊക്കെ? പോത്തോസ് 50 രൂപ. ഇതെല്ലാം 50 രൂപയുടെ പോത്തോസാണ്. ഇതിന് 60 രൂപ. പോൾക്കയുടെ വെറൈറ്റിയാണ് ഇത്, 2 വെറൈറ്റി അല്ലേ? പോൾക്ക നല്ല രസമുണ്ട്. ഞാനിത് വന്നപ്പോൾ തൊട്ടിട്ട് എന്താ താഴെ ഇരിക്കുന്നത്? ഇത് ആ കണ്ട പ്ലാന്റിന്റെ കലേഡി ടൈപ്പിന്റെ ഒരു വെറൈറ്റിയാണ്. കണ്ടോ പോൾക്ക, കണ്ടോ പോൾക്ക ഞാൻ വന്നപ്പോൾ തൊട്ട് നോട്ടം ഇട്ടോ വെച്ചു. നല്ല രസമുണ്ട്. ഇതുണ്ടോ കുറേ ബ്രാഞ്ചസ്. എത്ര ഇതെത്രങ്ങളെ? ഇതിന് 50 രൂപ കേട്ടോ. നമ്മൾ വേണ്ടവരൊക്കെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെറൈറ്റി കണ്ടോ. അതിൻ്റെ 2 വെറൈറ്റിയാണ് ഇരിക്കുന്നത്. വേണ്ട കണ്ടോ. ഇതെന്താ നിങ്ങളെ? കണ്ടോ, ഞാൻ സത്യം പറഞ്ഞ വിചാരിച്ചതിൽ എന്തോ പറ്റിയിരിക്കും. അത് കണ്ടോ, ഇതിൽ ഡോട്ടാണ് കേട്ടോ, റെഡ് ഡോട്ടാണ്. സൂപ്പർ കേട്ടോ. ഈ ഒരു വെറൈറ്റീസ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റത്തുള്ളൂ കേട്ടോ. അതിൻ്റെ തന്നെ പിങ്ക് കണ്ടില്ലേ? ഞാൻ ഇത് കണ്ടോ, അതിൻ്റെ പിങ്ക് റെഡ് കണ്ടോ. ഇതിൻ്റെ ഉള്ളിൽ പക്ഷെ ഒരു ഫ്ലവറും കൂടെ ഉണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ? കണ്ടോ ഫ്ലവറും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ കുറേ വെറൈറ്റീസ്. ഇത് ആഫ്രിക്കൻ വയലറ്റിന്റെ ഒരു വെറൈറ്റിയാ. അതിൽ ഫ്ലവർ വരുന്നുണ്ട് ഇല്ലേ? ഇത് വലിയ ഫ്ലവർ കണ്ടോ, വലിയ ഫ്ലവർ ആഫ്രിക്കൻ വയലറ്റിന്റെ കണ്ടോ. അപ്പൊ അതിന് കുറെ വെറൈറ്റി ഉണ്ട് താഴെ ഇങ്ങനെ ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്ലൈംബിംഗ് പ്ലാന്റ് കണ്ടോ, താഴോട്ട് വളരുന്നത്. ഇതിനെങ്ങനെയാ? ഇതിന് 450 ഉണ്ടോ. ഇതൊക്കെ റെയർ ആയിട്ടുള്ള പീസുകളാണ്, കോസ്റ്റ്ലി ആയിട്ടുള്ളതാണ്. വെളിയിലൊക്കെ ഇതിന് 600, 700, 1000 രൂപ വരെ ഞാൻ ഇതിന്റെ വെറൈറ്റിക്ക് കണ്ടിട്ടുണ്ട്. കണ്ടോ നല്ല ഭംഗിയുണ്ട്. ഇങ്ങനെ കിടക്കുന്നുണ്ടോ, ഇതിൽ മുടി കിടക്കുന്ന കൊണ്ടല്ലേ, ലേഡീസ് കെയർ പോലില്ലേ, ഞാൻ താഴോട്ട് കിടക്കുന്ന നല്ല ഭംഗിയാണ്. ഇതിന് 450 രൂപ. ഇത് പക്ഷെ ഒരു ഷെയ്ഡൊക്കെ കണ്ടില്ലേ, വെറൈറ്റി ആണ്. കംപ്ലീറ്റ് ഇങ്ങനെ നിറഞ്ഞു നിൽക്കും. ഇതിന് 1000, 1500 ഒക്കെ വിലയുണ്ട്. ഇവിടെ എത്രയാണ് റേറ്റ്? ഇതിന് 450 രൂപ. ഇവിടുത്തെ റേറ്റ് ആണ് പറഞ്ഞിരിക്കുന്നത് 450 രൂപ കേട്ടോ. ഇത് എന്താ ആഫ്രിക്കൻ വയലറ്റ്. ആഫ്രിക്കൻ വയലറ്റ് വേറൊരു വെറൈറ്റി അല്ലേ? മുമ്പ് നമ്മൾ കണ്ടില്ല ആഫ്രിക്കൻ വയലറ്റിൽ, അതിന്റെ വേറൊരു വെറൈറ്റി ആയി കാണുന്നത് കേട്ടോ. പിന്നെ ഇതെന്താ ബിഗോണിയ ഉണ്ടോ. അതിന്റെ ബിഗോണിയത്തിന് കുറേ വെറൈറ്റി ഉണ്ട്. മുമ്പ് നമ്മൾ 2-3 വെറൈറ്റി കണ്ട്, അതിനകത്ത് വേറൊരു വെറൈറ്റിയാണ് ഇത് കണ്ടോ. പിന്നെ ഒരു ക്രീമും അല്ല പിങ്ക് ഷെയ്ഡ് കണ്ടോ. ഡാലിയയുടെ വെറൈറ്റി ഡാലിയയുടെ ഇത് എനിക്ക് തോന്നുന്നേ പിങ്ക്. അയ്യോ ഇതാന്ന് തോന്നുന്നു യെല്ലോ. ഇതിനൊക്കെ എങ്ങനെയാ? ഇതിന് 100 രൂപ. അപ്പോൾ കണ്ടോ, ഇതിന് 100 രൂപയാണ്. പക്ഷെ ഇത് ഇഷ്ടം മാതിരി ഫ്ലവർ വരാനായിട്ട് ഇങ്ങനെ മുട്ടുകൾ വന്നിപ്പോ ഉണ്ട് കേട്ടോ. അതെ, ഇത് കണ്ടോ കളർ കണ്ടോ, നല്ല ഭംഗിയുണ്ട്. ഇതിന്റെ കളർ കാണാൻ ആയി വരുന്നതേ ഉള്ളൂ. നല്ല രസമുണ്ട് ഇത് കണ്ടോ. ഇത് വേറൊരു ഇതിന് എന്തുവാ മറ്റൊരു പേരാ, ഞാൻ പറഞ്ഞുതരാം. ഇതിനകത്ത് ഈ റെഡ് കളർ വരും, പല കളറും. പല കളറിലെ ഫ്ലവർ ഉണ്ട് അല്ലേ? അത് സീനിയ. അപ്പൊ നമ്മുടെ പെപ്പറോമയുടെ വെറൈറ്റി ഇതിനൊക്കെ റേറ്റ് ആൻറ്റി? പെപ്പറോമയുടെ വെറൈറ്റി ആണ് ഇരിക്കുന്നുണ്ടോ. 2 എണ്ണം ഒക്കെ വെച്ചാണ് ഒരു സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. 70 രൂപയേ ഉള്ളൂ കേട്ടോ. ഇതെല്ലാം കുറേ സെറ്റ് ചെയ്തിട്ട് ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട്. കണ്ടോ ഫ്ലവറും വരുന്നുണ്ട് കണ്ടോ. പലാൻഡോ ഇതിനെങ്ങനെ റേറ്റ്? 70 രൂപ കേട്ടോ. ഇതിനും 70 രൂപ റേറ്റാണ് കണ്ടോ. ഇതൊക്കെ ഫ്ലവർ വന്നു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും കണ്ടോ. 1, 2, 3 എണ്ണമൊക്കെ വരുന്നുണ്ട് ഇവിടെ. അപ്പം നല്ല റേറ്റ് ആയിട്ടുള്ള പീസിനൊക്കെ വില കണ്ടോ ഇവിടുത്തെ. അതുകൊണ്ട് തന്നെ പോട്ടൂടെ നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താം. ഇഷ്ടംമാതിരി പല വെറൈറ്റിയിൽ അങ്ങോട്ട് ഇൻഡോർ പോട്ടുണ്ട്. ഇൻഡോർ പോട്ടുണ്ട്. ഇഷ്ടംമാതിരി ഉണ്ട് ഇൻഡോർ പോട്ട് കണ്ടോ. ഇതൊക്കെ ഇവിടെ വന്നപ്പോൾ ഞാൻ കണ്ട വെറൈറ്റീസാണ് ഇതൊക്കെ കേട്ടോ. നിങ്ങളെ എടുത്ത് കാണിക്കാം. ഇൻഡോർ പോട്ട് നമുക്ക് 10 മണി വേണമെങ്കിൽ സെറ്റ് ചെയ്യാം, അല്ലാതെ ഇൻഡോറിൽ വെച്ച് സെറ്റ് ചെയ്യാനും പറ്റിയതാണ്. നല്ല ഭംഗിയുള്ള നല്ല ഷേപ്പുള്ള പോട്ട്സൊക്കെയാണ്. ഇതൊക്കെ ഉണ്ടോ, വളരെ വിലക്കുറവാണ് ഈ സംഭവത്തിനൊക്കെ. വെളിയിലേക്കാളും ഒരുപാട് വിലക്കുറച്ചാണ് ഇവിടെ കൊടുക്കുന്നത്. അത് നമുക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാം. നമുക്ക് ഇവിടെ അടുത്തടുത്ത് പോയി കഴിഞ്ഞാൽ 1, 2, 3 കളേഴ്സല്ലേ കാണത്തുള്ളൂ. ഇതിന് ഇഷ്ടംമാതിരി കളേഴ്സ് ഉണ്ട് കണ്ടോ. നിങ്ങളുടെ ഫേവറേറ്റ് കളറ്, എൻ്റെ ഫേവറേറ്റ് കളേഴ്സ് എല്ലാം ഉണ്ട്. ഇതൊക്കെ 20 രൂപ, 30 രൂപ, 60 രൂപ, 80 രൂപ ആ റേറ്റിലൊക്കെയാണ് പോയേക്കുന്നത് കേട്ടോ. ഉണ്ട് നല്ല ഭംഗിയല്ലേ, നമ്മൾ കൊട്ട വെച്ചേക്കുന്ന പോലെ നമ്മൾ ഇൻഡോർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കാൻ. കണ്ടോ ഇതൊക്കെ നമ്മൾ 70 രൂപയുടെ ഒക്കെയാണ് കണ്ടോ. നല്ല ഭംഗിയുണ്ട്. അപ്പോൾ അങ്ങോട്ടുണ്ട് കുറേ ഉണ്ട്, അപ്പുറത്തും കാണാം. പിന്നെ നിങ്ങൾക്ക് ഹാങ്ങിങ് ചെയ്യുന്ന ത്രെഡ് ആ ഒരു സെക്ഷൻ മൊത്തം അതാണ്, അപ്പുറ സൈഡ് മൊത്തം അതാണ് കേട്ടോ.
പിന്നെ നമ്മൾ ക്യാറ്റാണ്. ക്യാറ്ററിൻ്റെ കണ്ടോ പല വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ ഇവിടെ തന്നെ ഇതിൻ്റെ തന്നെ ചെറുത് ഏറ്റവും കുറഞ്ഞ പ്രൈസ് 25 രൂപയ്ക്കാണ് ഇവിടെ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഏറ്റവും കുറഞ്ഞ പ്രൈസിലാണ് ഇവർ കൊടുക്കുന്നത് കണ്ടോ. പല ടൈപ്പാണ്, അതിൻ്റെ തന്നെ കുറേ ടൈപ്പുണ്ട്, കുറേ വെറൈറ്റീസ് ഉണ്ട്. അത് ഫ്ലവർ വന്നിരിക്കുന്നതുകൊണ്ട് അല്ലാത്തതുകൊണ്ട് അപ്പോൾ പല റേഞ്ചിലുള്ളതാണ്. ഇപ്പം നമ്മൾ വെളിയിൽ 500-നും 1000-നും ഒക്കെ മേടിക്കുന്നവർ നിസ്സാര കുറഞ്ഞ വിലയ്ക്കാണ് ഇവിടെ കൊടുക്കുന്നത് കേട്ടോ. ക്യാറ്ററുണ്ടോ, അതിൻ്റെ ഒരു അട്രാക്ഷൻ കണ്ടോ, യെല്ലോ ഫ്ലവർ വന്നിരിക്കുന്നതാണ് കണ്ടോ. കുറേ ടൈപ്പുണ്ട്, പല ടൈപ്പ്. ഞാൻ ഇവിടെ വന്നിട്ട് ഇത്രയും വെറൈറ്റീസ് ഈ ക്യാറ്ററിൽ കാണുന്നത് തന്നെ. ഇതൊക്കെ 150 ആ റേഞ്ച് ഉള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ തന്നെ ചെറുതാണ്, നമുക്ക് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ തന്നെ ഇതാക്കി എടുക്കുന്നതാണ്, പോട്ട് ചെയ്തെടുക്കുന്നതാണ്. 25 രൂപയ്ക്ക് കൊടുക്കുന്നതാണ് ഇത് കേട്ടോ. പണ്ട് ഞങ്ങളിതിനെ ക്രിസ്മസ് ചെടി എന്നാണ് പറഞ്ഞത്, പോയിന്റ് സെറ്റ്. അതിൻ്റെ 2 ടൈപ്പ് ഉണ്ട്, 2 അല്ല 3. ഒന്നൊരു ക്രീം കളറ്, ക്രീമിലൊരു വൈറ്റ് ഷെയ്ഡ്, പിന്നെ റെഡ്, ക്രീമിൽ റെഡ് ഷെയ്ഡ്, വൈറ്റ്, അങ്ങനെ 3 ടൈപ്പ് ഉണ്ട്. ഇതൊക്കെ ഒരുപാട് വിലക്കുറവാണ്. പിന്നെ നമ്മുടെ ഹാങ്ങിങ് പ്ലാന്റ്സ് ഉണ്ടല്ലേ, അതിൻ്റെ ഒരു കൂട്ടം തന്നെ ഉണ്ട്, പല രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇതിനൊക്കെ ഒരുപാട് വിലക്കുറവാണ് കേട്ടോ. പിന്നെ ഹാങ് ചെയ്യാനുള്ള ത്രെഡുകൾ, അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട് ഇവിടെ കണ്ടോ. ഇതൊക്കെ ഒരുപാട് ടൈപ്പിലുള്ള, പല കളറിൽ, പല വെറൈറ്റീസിൽ ഉണ്ടോ. ഞാനിവിടെ ചെന്നാലും റെഡും ബ്ലാക്കും ഒക്കെ നോക്കുന്നത്, ആ കളറുകളെല്ലാം ഉണ്ട് ഇവിടെ. ഇൻഡോറിൽ നിങ്ങൾക്ക് വെക്കാനായിട്ട് സ്പേസ് ഇല്ല എന്നുള്ളവർക്ക് ഇതുപോലെയുള്ള സ്റ്റാൻഡുകൾ ഇവിടെ ചെയ്ത് കൊടുക്കുന്നുണ്ട്, നമ്മുടെ പോട്ട് സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് കണ്ടോ. ഇതുപോലെ പല രീതിയിൽ നിങ്ങൾക്ക് ഏത് ഷേപ്പ് വേണമെന്ന് പറഞ്ഞാൽ മതി, ആ ഒരു രീതിയിൽ ഇവിടെ ചെയ്ത് തരുന്നുണ്ട് കേട്ടോ. സ്റ്റാൻഡിങ്ങിനെ ചെയ്ത് തരുന്നുണ്ട്. നല്ല രസമല്ലേ ഇൻഡോറിൽ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാനായിട്ട്. അപ്പോൾ ഇൻഡോർ പ്ലാന്റ്സിൻ്റെ കുറേ സെക്ഷൻ ഉണ്ട് ഇവിടെ കണ്ടോ. കുറേ വെറൈറ്റീസ് ഉണ്ട് ഇൻഡോർ പ്ലാന്റ്സ്. പോത്തോസും നമ്മുടെ ടർട്ടിൽ വൈൻ്റെ വേറൊരു വെറൈറ്റി ഉണ്ടോ, പക്ഷേ നല്ല രസമുണ്ട് കേട്ടോ. ടർട്ടിൽ വൈൻ്റെ വേറെ ഒരു വെറൈറ്റിയാണ്. അപ്പം ഇൻഡോർ പ്ലാന്റ് ഇപ്രസായിട്ടും ഉണ്ട്, 2 സൈഡിലായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് നമ്മുടെ എനിക്കൊന്ന് അഗ്ലോണിമയുടെ വേറൊരു ടൈപ്പാണെന്ന് തോന്നുന്നു കേട്ടോ, ലിപ്സ്റ്റിക്കിൻ്റെ. പിന്നെ ഇതേണ്ട കണ്ടോ ഫ്ലവറായിട്ട് വന്നിരിക്കുന്നുണ്ടോ, നല്ല ഭംഗിയുണ്ട് കണ്ടോ ഇതിൻ്റെ ഫ്ലവർ. കുറേ വെറൈറ്റീസ് ഉണ്ട്. ഹാങ്ങിങ് പ്ലാന്റ്സ് നിങ്ങൾക്ക് കുറേ ഹെൽത്തി പ്ലാന്റ്സും ഉണ്ട്, നല്ല നല്ല പ്ലാന്റ്സ് ഒക്കെയാണ് കേട്ടോ. ഒരുപാട് നല്ല പ്ലാന്റ്സ് ഉണ്ട്. പിന്നെ നമ്മുടെ ബട്ടർഫ്ലൈ പ്ലാന്റ്സ് ഞാൻ മുമ്പേ കാണിച്ചില്ലേ, അതിൻ്റെ തന്നെ കണ്ടോ. ഇതെല്ലാം പോട്ടിനകത്താക്കി ഇങ്ങനെ വെച്ചിരിക്കുന്നത്. ഇത് വേറെ 2 വെറൈറ്റി ഉണ്ടായിരുന്നു, പക്ഷെ തീർന്നു പോയെന്ന് പറഞ്ഞു കേട്ടോ. ഈ വെറൈറ്റി എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ട് ഞാൻ ഇതെടുത്തില്ല. വേറെ കുറേ വെറൈറ്റീസ് ഉണ്ട് ഇതിൻ്റെ. പിന്നെ നമ്മളെ ബുഷ് പെപ്പർ കണ്ടോ, താഴെ നമ്മുടെ പെപ്പർ കണ്ടില്ലേ, അടിപൊളിയായിട്ട് പെപ്പർ വന്നിരിക്കുന്നുണ്ട്, ബുഷ് പെപ്പർ. ഇത് നമ്മൾ അങ്ങോട്ട് പോട്ടിലാക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ട് നല്ല രീതിയിൽ നമ്മൾ പോട്ടിംഗ് മിക്സ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് ഇഷ്ടം പോലെ ഉണ്ടാകും, ഇഷ്ടം പോലെ ഉണ്ടാകും കുറ്റി. ഇതിനൊക്കെ എങ്ങനെയാ ചേച്ചി? 100, 200 ആ റേഞ്ചിലൊക്കെയാണ് ഇതിൻ്റെ റേറ്റ് കേട്ടോ. പിന്നെ പോട്ടുകൾ, ഇതെല്ലാം പോട്ടിൻ്റെ സെക്ഷനാണ്. മുകൾ വശത്ത് മൊത്തം വെറൈറ്റി പോട്ട്സൊക്കെയാണ് കേട്ടോ, ഇഷ്ടം പോലെ ഉണ്ട് പോട്ട് കണ്ടോ. ഈ പോട്ടൊക്കെ നല്ല അടിപൊളി പോട്ടാണ് കേട്ടോ. എനിക്കൊന്ന് 2 ചെടികളൊക്കെ സെറ്റ് ചെയ്തേക്കാം. അഗ്ലോണിമയുടെ 2 ടൈപ്പ് അങ്ങനെ നമുക്ക് സെറ്റ് ചെയ്തൊക്കെ വെക്കാൻ പറ്റിയുണ്ടോ, നല്ല അടിപൊളി പോട്ടൊക്കെ. അതന്നല്ല ഇതിൻ്റെ പ്രൈസാണ് നമുക്ക് സാധാരണക്കാർക്ക് പറ്റിയ രീതിയിലുള്ള നല്ല ലോ റേറ്റിലാണ് ഇവർ കൊടുക്കുന്നത്. അടിപൊളി പോട്ടൊക്കെയാണ് കേട്ടോ, നല്ല ഭംഗിയുണ്ട്, നല്ല കളർ, ഇഷ്ടംമാതിരി വെറൈറ്റീസ് ഉണ്ട്. കളറിൽ ഒരുപാട് വെറൈറ്റി കളറുണ്ട് പോട്ടിൽ തന്നെ. പല മോഡലുണ്ട്, പല റേറ്റിലുണ്ട്. ലോ റേറ്റ് മുതൽ നമുക്ക് പറ്റിയ ആ റേറ്റിൽ വരെ ഉള്ളതുണ്ട്. അങ്ങനെ കുറേ ടൈപ്പ് ഉണ്ടല്ലോ. ജാക്കുലിൻ ക്യാറ്റർ എന്നൊക്കെ പറയും ഇതിന്. കണ്ടോ, ഇവിടെ ഇത് സെറ്റ് ചെയ്യുന്നതാണ് ഇവർ തന്നെ. ഇതിന് 25 രൂപയേ ഉള്ളൂ ഇതിനൊക്കെ കേട്ടോ. കണ്ടോ 25 രൂപയാണ് ഇതിനെല്ലാം റേറ്റ്. അപ്പോൾ നമുക്ക് വെളിയിൽ എന്തായാലും 25 രൂപയ്ക്കൊന്നും കിട്ടത്തില്ല ഇത് കേട്ടോ. അതേപോലെ ഇത് അറിയാമല്ലോ, ഇത് കെയർ ചെയ്ത് ഉള്ളവർക്കറിയാം ഇത് എങ്ങനെയാണ് കെയർ ചെയ്യേണ്ടത്. ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ നമ്മുടെ സ്നേക്ക് പ്ലാന്റിൻ്റെ വെറൈറ്റി മിനിയേച്ചർ അത് കേട്ടോ, ബുഷായിട്ട് വളർന്നത് കണ്ടോ.
ഇതും നമ്മുടെ പുറത്തേനേക്കാളിലൊക്കെ ഒരുപാട് പ്രൈസ് ലോയിലാണ് ഇവർ കൊടുക്കുന്നുണ്ടോ. അതിൻ്റെ തന്നെ കുറേ വെറൈറ്റി ഉണ്ടോ. ഇതെല്ലാം ബുഷിയായിട്ടുള്ളതാണ്. അതൊക്കെ നമ്മൾ ഇൻഡോറിൽ അങ്ങോട്ട് സെറ്റ് ചെയ്ത് വെച്ചാൽ എന്ത് ഭംഗിയായിരിക്കും എന്നറിയോ. നമ്മുടെ പോത്തോസിൻ്റെ വെറൈറ്റിയാണ് കേട്ടോ. നമ്മുടെ കുറേ വെറൈറ്റി ഞാൻ കണ്ടിട്ടുണ്ട് പോത്തോസിൻ്റെ. നമ്മുടെ മണി പ്ലാന്റിൻ്റെ കുറേ വെറൈറ്റീസാണ് ഈ ഇരിക്കുന്നതൊക്കെ ഉണ്ട്. കുറേ വെറൈറ്റീസ് ഉണ്ട് ഹാങ് ചെയ്തേക്കുന്നത്. അതിനകത്ത് ഇരിക്കുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട്. നമ്മൾ വീട്ടിൽ കൊണ്ട് സെറ്റ് ചെയ്യുകയും കൂടെ ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും. പിന്നെ ഇവിടെ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ മിക്സ് ആണ്. ഇതിനെങ്ങനെയാണ് ആൻറ്റി മിക്സിന്? ഇത് മിക്സ് ഒരു കവറിന് 50 രൂപ. ചാണകപ്പൊടി എന്തൊക്കെ ചേർത്താൽ മിക്സ് ചെയ്ത് വെച്ചേക്കുന്നത്? ചകിരിച്ചോറ്, വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി, അത് എല്ലാം കൂടെ മിക്സ് ചെയ്തൊരു പ്രോട്ടീൻ മിക്സാണ് വരുന്നത്. ഇത് ഒരു കവർ എത്രയാണ്? അത് എത്ര കിലോ ആണ്? 4 കിലോയുടെ ഒരു കവറാണ് കേട്ടോ. ഇത് 50 രൂപയുള്ളൂ. നമുക്ക് നമ്മുടെ ചെടിക്ക് കൊണ്ടുവന്ന് ഇടാനായിട്ട് നമ്മുടെ ചെടികൾക്കെല്ലാം ഇട്ട് കൊടുക്കാൻ പറ്റിയ എല്ലാ വളങ്ങളും അതിനകത്ത് മിക്സായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കണ്ടില്ലേ പുഷ് പേപ്പറൊക്കെ ആണ്. ഈ ഒരു സൈഡ് ഫുള്ള് പുഷ് പേപ്പർ. നമ്മുടെ കുറ്റിക്കുരുമുളകിൻ്റെ ഒരു വെറൈറ്റി ഇഷ്ടം പോലെ ഇരിപ്പുണ്ട്. 100 രൂപ മുതൽ 200 രൂപ വരെ ഉള്ളത്. നല്ലോണം നമ്മുടെ പെപ്പർ കുരുമുളക് വന്നിരിക്കുന്നതിന് വരെ ആ റേറ്റിൽ കിട്ടുന്നത് കേട്ടോ. കാരണം ഇതിൻ്റെ കാര്യം ഞങ്ങൾക്കറിയാം. ഞങ്ങൾ ഒരുപാട് എടുത്ത് ചെന്നിട്ടുണ്ട്. ഈ ഒരു പ്രൈസിലെങ്ങും കിട്ടത്തില്ല, ഇത്രയും കുറഞ്ഞ പ്രൈസിൽ. പിന്നെ നമ്മൾ ചകിരിച്ചോറ് ഉണ്ട്, ബാറായിട്ടും ഒക്കെ ഉണ്ട് ഇവിടെ. ബാറായിട്ടൊക്കെ വെച്ചിരിക്കുന്നതുണ്ടോ. ലാൻഡ്സ്കേപ്പ് ചെയ്യുന്ന ഗ്രാസ് ഇല്ലേ, അതിങ്ങനെ ഹാങ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിങ്ങനെ താഴോട്ട് കുറേ ഇത് ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ കുറേ വെറൈറ്റീസ് ഉണ്ട് ഇവിടെ എല്ലാം. ഇലച്ചെടികൾ കുറേ ഉണ്ട് കണ്ടോ. ഇത് തന്നെ ഉണ്ട്, ബോൺസായി ആണ് കണ്ടോ. ആ ഇരിക്കുന്നത് തന്നെ കണ്ടില്ലേ, ഒരു ഷേപ്പിൽ നല്ല ഭംഗിയുള്ള ഒരു ഷേപ്പിലാണ് ഇരിക്കുന്നത് കണ്ടോ. ഇതൊക്കെ ഒരു ലാൻഡ്സ്കേപ്പ് സെറ്റ് ചെയ്യാനായിട്ടെല്ലാം ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഇത് ഇവിടെ ഇതുണ്ടോ. ഇത് നല്ല രസമല്ലേ, കയറൊക്കെ ചുറ്റി നല്ലോണം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അതിൽ വെള്ളം വെച്ചിരിക്കുകയാണ്. ഇതെല്ലാം നല്ല സുന്ദരി മണികളായിട്ടിരിക്കുകയാണ് എല്ലാവരും. ഇതെല്ലാം കുറേ വെറൈറ്റീസ് ഉണ്ട്. സത്യം പറഞ്ഞാൽ എനിക്കിതിൻ്റെ ഒന്നും പേരുകൾ പോലും എന്തൊക്കെയാണെന്ന് അറിയത്തില്ല. ആ രീതിയിലുള്ള കുറേ നല്ല പ്ലാന്റ്സ് ഒക്കെയാണ്. ഇവിടോട്ട് ഈ ലീഫിൻ്റെ തന്നെ കുറേ വെറൈറ്റീസ് ഉണ്ട്. ഇലച്ചെടികളൊക്കെ ഉണ്ടല്ലേ. ഇലകളൊക്കെ ഏതൊക്കെ ടൈപ്പാണോ ഏതൊക്കെ പേരാണോ ഒന്നും അറിയത്തില്ല നമുക്ക്. അതുപോലെ കുറേ വെറൈറ്റീസ് ഉണ്ട്. പിന്നെ ഞാനിത് ഹാങ് ചെയ്യാൻ പറ്റിയൊരു ചെടിയാണ്. ഇത് കണ്ടോ, നല്ല രസമാണ്. ഇതിട്ട് ഇങ്ങനെ ബുഷിയായിട്ട് വളരുന്ന സംഭവമാണിത്. ഇതൊക്കെ പേര് നിങ്ങൾ എനിക്കും കൂടെ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ. തെറ്റി നല്ലോണം തെറ്റികളൊക്കെ ഇഷ്ടം മാതിരിയുണ്ട്. പിന്നെ എന്താ വന്നപ്പോൾ കണ്ടൊരു വെറൈറ്റിയാണ്. നല്ല രസമുണ്ട്. പേരെന്തോന്ന് എനിക്കറിയത്തില്ല. നല്ല ഭംഗിയുണ്ട്. ഇതിങ്ങനെ നല്ല സ്റ്റാർ മാതിരി വിടർന്ന് ഇങ്ങനെ നിൽക്കും കണ്ടോ. അതിൻ്റെ തന്നെ കുറേ ഈ ഒരു ടൈപ്പ് കുറേ വെറൈറ്റി ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇത് നമ്മളുടെ എന്താണെന്നറിയാമല്ലോ, കടലാസ് ചെടി. അതിൻ്റെ ഒരു വെറൈറ്റിയാണ്. കുറേ ഉണ്ടോ. ഇത് കണ്ട് വേറൊരു പ്ലാന്റാണ്. ഇത് പക്ഷെ നല്ല രസമുണ്ട് കണ്ടോ. ഇതൊക്കെ എന്തോന്നോ ഭംഗി, ഒരു പ്രത്യേക ഷേപ്പിലാണ് ഇതൊക്കെ നിൽക്കുന്നത് തന്നെ കണ്ടില്ലേ. ഒരു വെറൈറ്റി വാട്ടർ പ്ലാന്റ് ആണ് കണ്ടോ. നല്ല രസമുണ്ട്. ഇതിൻ്റെ അടിയിൽ അങ്ങനെ പറഞ്ഞത് വേണമെങ്കിൽ നമുക്ക് ഇതിനടിയിൽ ഗപ്പിയെ വളർത്താവുന്ന, ഗപ്പിയെ സെറ്റ് ചെയ്യാന്ന് പറഞ്ഞത് കുറേ ഉണ്ട്. ഇതുകൊണ്ട് അങ്ങോട്ടുണ്ട് കണ്ടോ. അതിൻ്റെ അടിഭാഗത്തെല്ലാം ഇങ്ങനെ നല്ല രസം. ഞാൻ ഇവിടെ വന്നിടയ്ക്കാണ് കണ്ടത്. ഒരു വെറൈറ്റിയാണ് വാട്ടർ പ്ലാന്റ്. ഇത് എങ്ങനെ ഞങ്ങളെ ഇത് 150 രൂപ ഇതിൻ്റെ വില. നല്ലൊരു വെറൈറ്റി അല്ലേ. റോസ് പോലെ തോന്നുന്നു. റോസിന്റെ ഒരു ഷേപ്പിലല്ലേ വരുന്നത്. ഇത് നമ്മുടെ ബോൺസായി ആണ് കണ്ടോ. ഇതിനൊക്കെ 450 ആ റേഞ്ചിൽ വരുന്ന ചെടികളാണ് കേട്ടോ. ഇതെന്താണ് ഇത്? ബോഗൺവില്ലയുടെ 2 കളറുള്ളതാണ്. ഇപ്പം ഫ്ലവർ ഇല്ല, ഫ്ലവർ പോയിരിക്കും. 2 കളർ വരുന്നതാണ്. ഇതിന് അബൌട്ട് 2500 രൂപ. ഓക്കെ, ബോഗൺവില്ലയുടെ നമ്മുടെ ഒരു ബോൺസായി ആണ്, ഡബിൾ ഷെയ്ഡ് വരുന്നതാണ്, 2 ഡബിൾ കളർ വരുന്നതാണ്. അതിപ്പോൾ ഒന്നും പൂത്തിട്ടില്ല. ഓക്കെ, ഇത്
ഇതിങ്ങോട്ട് മാജിക്ക്, ഇത് റോസ്. ഇന്ന് അയ്യോ ഒരെണ്ണം എടുത്ത് ഇങ്ങോട്ട് കയ്യിലേറ്റിരിക്കും. മാജിക് റോസ് അല്ലേ? ഇത് മാജിക്കല്ല, ചാരിറ്റി ചെയ്യുന്നുണ്ട്. ചാരിറ്റി ഇതേ എൻ്റെ റെസ്റ്റ് ഓഫ് ദ ടൈം ഐ ഹാവ് ടു യൂട്ടിലൈസ് സംതിങ്. ഓക്കെ, ഇതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. അതിൽ നിന്ന് കിട്ടുന്ന പൈസ കുറച്ച് ക്യാൻസർ പേഷ്യൻറ്റോ മറ്റേ ഡയാലിസിസ് പേഷ്യൻറ്റോ ഇങ്ങനെ വരുന്നവർക്ക് കൊടുക്കുന്നു. ഞാനിപ്പോൾ 5 പേർക്ക് 500 രൂപ വെച്ച് കൊടുക്കുന്നുണ്ട്. ആ ചിട്ടിയിൽ നിന്ന് ഒരു വയ്യാത്ത ആളാണെന്ന് പറഞ്ഞത്. ഞാനാണെങ്കിൽ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്ത് റിട്ടയർമെന്റിൽ ഗൾഫിൽ നിന്ന് വന്ന് ഞാൻ ദുബൈയില് എത്ര വർഷത്തെ പ്രവാസ ജീവിതം കഴിഞ്ഞിട്ടാണ്? 45 കൊല്ലത്തെ പ്രവാസ ജീവിതം കഴിഞ്ഞ് ഇപ്പോഴേ എൻജോയ്മെന്റിന് വേണ്ടിയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന പൈസ കിട്ടിയാലേ 10 പേർക്കെങ്കിലും ഉപകാരം ആവട്ടെ. നിങ്ങളും അതുപോലെ ചെയ്യുക. അതുപോലെ തന്നെ കുറച്ച് പേർക്ക് ജോലി എത്ര സ്റ്റാഫ് ഉണ്ട്? 3-4 പേരുണ്ട്. 4-5 സ്റ്റാഫ് ഉണ്ട്. അത് നമ്മുടെ നോർത്ത് ഇന്ത്യക്കാരും ഉണ്ടല്ലേ? നോർത്ത് ഇന്ത്യ ഉണ്ട്, നമ്മുടെ രാജ്യക്കാർ, നമ്മുടെ കേരളക്കാർ, നമ്മുടെ അടുത്തുള്ളവരും ഉണ്ട്. അപ്പം കണ്ടോ, ഇതാണ്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ ഞാൻ അങ്കിളിൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏത് ചെടികൾ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്കിളിനോട് വിളിച്ച് ചോദിച്ച് നമ്മുടെ ചാനലിൻ്റെ പേര് പറഞ്ഞാൽ മതി. അപ്പം അങ്കിള് ചെടികൾക്ക് പ്രധാനമായിട്ടും അതിൻ്റെ ലൈറ്റ് വേണം, അതിന് ആവശ്യമുള്ള ഫുഡ് വേണം, പിന്നെ അതിന് വെള്ളം വേണം. ഇത് 3 നിങ്ങൾ കൊടുത്താൽ മാത്രമേ ചെടികളുടെ റൈറ്റായിട്ട് വളരുകയുള്ളൂ. അല്ല എങ്കിൽ നിങ്ങളുടെ മണി വേസ്റ്റ് ചെയ്യുന്നതിൻ്റെ അതിൽ എനിക്കൊരിക്കലും റെക്കമെൻഡ് ചെയ്യാൻ കഴിയത്തില്ല. ഓക്കെ, നിങ്ങളെ ആ ചെടിയെ സൂക്ഷിച്ചെടുത്താൽ നിങ്ങൾ ചെടി നല്ല പ്രയോജനം ചെയ്യും. അതൊരു പോസിറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്യാനും ഈ ചെടികൾ നല്ലതാണ്. നമുക്കിവിടെ വരുമ്പോൾ തന്നെ ശരിക്കും നല്ലൊരു ഇതിൻ്റെ അതിൽ പല ചെടിയും പല രീതിയിലുള്ള പല പ്രതികരണങ്ങളാണ്. ട്രൈ ഫോർ ഇറ്റ് ഈസ് നിങ്ങൾക്കൊരു അലങ്കാരമായിരിക്കും. അങ്ങനെ നിങ്ങളെ മെയിൻറ്റെയിൻ ചെയ്താൽ നമുക്കൊരു നന്മയുമായിരിക്കും. ഓക്കെ, താങ്ക് യു. അപ്പം ഇത്രയാണ് അങ്കിൾ പറഞ്ഞിരിക്കുന്നത്. അപ്പം നിങ്ങൾ എല്ലാവരും വേണ്ടവർ നമ്മുടെ ചാനലിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് കണ്ട് നിങ്ങൾ വേണ്ടവർ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ സിനൂസ് കിച്ചൺ ഗാർഡൻസ് നമ്മൾ SKG സിനു KG കണ്ട് വിളിക്കുന്നതെന്ന് പറഞ്ഞാൽ മതി, നമുക്ക് ഡിസ്കൗണ്ട് കിട്ടുന്നതായിരിക്കും. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം വരും ദിവസങ്ങളിൽ ഇതിൻ്റെ കൂടുതൽ വെറൈറ്റി ചെടികൾ പ്ലാന്റ്സിൻ്റെയൊക്കെ നമ്മൾ വീഡിയോസ് ഇടുന്നതായിരിക്കും. അപ്പം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.